പപ്പൻ ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്നതും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ തോരനാണ്. ഇത് തയ്യാറാക്കാനായി 1/2 കിലോ ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കും. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് 4 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇത് തോരനിൽ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതൊന്ന് ചുമന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 15 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇതൊന്ന് ചുമന്ന് വരുന്നത് വരെ നമുക്ക് വഴറ്റാം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിടാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം 1 സവോള കട്ട് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ 1/2 കിലോ ഇറച്ചിക്ക് 1 സവോളയാണ് ചേർക്കുന്നത്. സവോള നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്ക് ഇതിന്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് എങ്കിലും ഇതൊന്ന് വെന്ത് കിട്ടാനായി 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ നമുക്ക് ചേർത്ത് ഇതിനൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 9 മിനിറ്റ് കഴിഞ്ഞാണ് ഞാനിത് തുറന്നു നോക്കിയത്. ഇറച്ചിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് വരെ നമുക്കിതൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഇറച്ചിയെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പെരിഞ്ചീരകം ചേർക്കാം. പെരിഞ്ചീരകം ഞാൻ 2 സ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ പെരിഞ്ചീരകം ചിക്കൻ തോരനിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കിട്ടുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 മുറി തേങ്ങയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അല്പ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് 1 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ചിക്കനിലേക്ക് ഈ തേങ്ങ മുഴുവനായി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. വീണ്ടും ഇതിനൊന്ന് അടച്ചു വെച്ച് ഏകദേശം 2-3 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ തോരൻ വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാത്രമല്ല വളരെ ടേസ്റ്റിയാണ്. ചോറിനോടൊപ്പം ചേർത്ത് കഴിക്കാൻ ഈ ഒരു ഒറ്റ ഐറ്റം മതിയാകും. തീർച്ചയായും ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം.